ഇറാൻ തീർന്നു കാണണമെന്ന് തപസ്സിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ആ ആളുകളോടൊന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇറാനും ഇസ്രായേലും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പഠിക്കുക. എന്നിട്ട് ഇസ്രായേലും ഈ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം, ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ ഇറാനുമായിട്ട് നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തി പോകുന്നത്. നല്ല സുഹൃത്ത് ബന്ധമുള്ള ഇന്ത്യ എന്തിനാ ഇറാനെ തകർത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തോ ഒരു കണ്ണിലെ കരട് എന്നേ ഉള്ളൂ. അതല്ലാതെ ഇറാൻ്റെ ഒരാളും ഇവിടെ വന്നിട്ട് ഇടങ്ങാറാക്കിയിട്ടില്ല. ഒരു വീട്ടിലും പോയിട്ട് ഇറാനികൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പാണ്. പിന്നെയോ അമേരിക്ക എന്ന് പറയുന്ന ആ ഡൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ, ഇന്നും കൂടുതൽ വലിയ ടാരിഫ് ഞങ്ങൾ അടിച്ച് ഏൽപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീണ്ടും വീണ്ടും ഞെക്കിപ്പിയാൻ വേണ്ടി ശ്രമിക്കുക. അമേരിക്കയോട് ഒരു പരാതി ആർക്കും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനസ്സ് ഇങ്ങനെ രൂഢമൂലമായി ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. അമേരിക്ക അന്നല്ല ഓക്കെ എല്ലാം ലൈസൻസ് ഇടാൻ, ഇസ്രായേൽ എന്നാൽ അതും ഓക്കെ കുഴപ്പമൊന്നുമില്ല, അവർക്ക് കൊലയൊക്കെ അവർക്ക് ലൈസൻസ് കൊടുത്തതാണ്. എന്നാൽ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പോലും ഒരു റോക്കറ്റ് അയക്കാനോ മിസൈൽ അയക്കാനോ പാടില്ല എന്ന് കരുതുന്ന ആ ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയ സ്നേഹനിധികളായിട്ടുള്ള ആളുകളോടൊന്നും പറയട്ടെ, ഈ ലോകത്ത് ഇത്രമേൽ അപകടം വരുത്തി വെച്ചത്, ഇനിയും അപകടം വരുത്തി വെക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. കൂടെ ഇപ്പം കൂടുതൽ അത് വഷളാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ സ്വത്വത്തിന് വേണ്ടിയിട്ട് സ്വത്വം തിരിച്ചു പിടിക്കാനും അവരുടെ രാജ്യത്തിൻ്റെ മഹിമയെ കാത്തു സൂക്ഷിക്കാനും ആരുടെ മുമ്പിലും അണ്ണ ഞാൻ അങ്ങോട്ട് വരട്ടെ, സാറിന് നേരണ്ടാവോ എന്ന് ചോദിക്കാനൊന്നും പോകാത്ത ഒരു രാജ്യമാണ്. ആ വാക്കിൽ അറിയാലോ ആരാ വാക്ക് ഉപയോഗിച്ചെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വെറുതെ നമ്മൾ ആഗ്രഹിക്കുകയല്ല വേണ്ടത്, വസ്തുതകൾക്ക് പിന്നാലെ നമ്മൾ പഠനം നടത്തണം. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, ഡൊണാൾഡ് ട്രംപ് കയ്യൊക്കെയുള്ളവനിക്ക് കാര്യക്കാരനാകാൻ പറ്റുമെന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഡാർക്ക് ഏജിനെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് വെനിസ്വേലയുടെ രാഷ്ട്രപതിയൊക്കെ പിടിച്ചു കൊണ്ടുപോയത്. മാത്രമല്ല അവിടെ ലക്ഷക്കണക്കിന് ബാരലുകൾ ഞാനങ്ങ് വിൽക്കും, എന്നിട്ട് ഞാൻ ആ ക്യാഷ് കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന നമുക്കൊരു ഉളുപ്പുണ്ടാവില്ല ബുദ്ധിക്ക്. നമ്മുടെ ഉളുപ്പല്ല, ബുദ്ധിക്കൊരു ഉളുപ്പ് വരൂലേ? ആ ഉളുപ്പ് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈ അമേരിക്കയാണ് ഏറ്റവും വലിയ ലോകത്തിന് ഭീഷണി. കാരണം എന്തൊന്നുമില്ലാതെ നാർക്കോട്ടിക്സ് എന്ന് പറയുന്ന സംഭവത്തിൽ എവിടെയോ ഒരു ഫാക്ടറി തുടങ്ങി എന്നതിലുപരി അവിടുത്തെ അമേരിക്കയുടെ ഭാഗം എടുത്തു നോക്കിയാൽ ഒരുപാട് പ്രവിശ്യകളിൽ ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി ഡബ്ബ് ചെയ്യുന്ന സ്ഥലം അമേരിക്കയിലുണ്ട്. എന്നിട്ട് അതൊന്നും കാണാതെ ഈ വെനിസ്വേലയിൽ എന്തോ ഒന്നുണ്ടെന്നും പറഞ്ഞിട്ട് പോയിട്ട് ആളെയും പൊക്കിക്കൊണ്ട് വന്നിട്ട് അവിടുത്തെ എണ്ണ ഞങ്ങളിതാ ഏറ്റവും ക്വാളിറ്റിയുള്ള എണ്ണ ഞങ്ങളിതാ വിൽക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് ട്രംപ് പ്രഖ്യാപിച്ചു. ആരാ യഥാർത്ഥത്തിൽ ഈ പ്രശ്നക്കാരൊക്കെ ഉണ്ടാക്കുന്നത്? ക്യൂബയാണെങ്കിലും അതേപോലെ തന്നെ അനുബന്ധമായിട്ട് ഒരു ലിസ്റ്റിലേക്ക് 10-12 രാജ്യങ്ങളൊക്കെ ഭീഷണിയിൽ 10 മിനിറ്റ് കൊണ്ട് 6 രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയ ഒരേ ഒരാളാണ് നമ്മളെ ഡൊണാൾഡ് ട്രംപ്. അതിൽ നമ്മുടെ ഇന്ത്യയും പെട്ടിട്ടുണ്ട്. അത് ടാക്സിൻ്റെ താരിഫ് കൂട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യക്കാരായ നമ്മൾ ആരെയാണ് അനുകൂലിക്കേണ്ടത്, ആരെയാണ് പ്രതികൂലിക്കേണ്ടത്? ഒരിക്കലും നമ്മൾ ആരെയും തള്ളുകയും കൊള്ളുകയും വേണ്ട. പക്ഷേ വസ്തുത പറയുമ്പോൾ കൃത്യമായി അത് ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹിതമായിട്ടുള്ള സംവിധാനങ്ങളിൽ കൊണ്ടുപോവുകയും നല്ല ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെപ്പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളിൽ പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ എങ്ങനെ രസമുണ്ടാവും കാണാൻ, അതുപോലെ വ്യത്യസ്ത മതങ്ങളിൽ അവരുമായിട്ടുള്ള ആരാധനകളും കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നതാണ്. നമ്മൾ തമ്മിൽ എന്തിനൊരു തർക്കത്തിന് നിൽക്കണം? അവിടെയാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത്. ലോകമെമ്പാടും ഇപ്പോൾ പ്രശ്നങ്ങളാണ്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിവലിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആർക്കാണ് ജയം, ആർക്കാണ് പരാജയം? മൊത്തം ഇന്ത്യക്ക് പരാജയം എന്നതേ വരുള്ളൂ. അവിടെയാണ് നമ്മൾ ഇതും കൂടി മനസ്സിലാക്കേണ്ടത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ സംവിധാനങ്ങളൊക്കെ വികസിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ കഴുകന്മാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ്. അഥവാ അവർക്കെതിരെ ആരെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോകുന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യത്തെയും സമൂഹത്തെയും ദൗത്യം നിർവഹണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ആ ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ആയുധങ്ങളാണ്. അവർ ഇപ്പോൾ വാദിക്കുന്നത് യുറേനിയം എന്ന് പറയുന്ന സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട്, പക്ഷെ അതില്ല എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിൽ പോലും അല്പം ഞങ്ങൾ ആ
ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, എനർജി ആവശ്യത്തിന്, ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി. എന്നിട്ടും അമേരിക്ക പറയുന്നു നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. ആരാ പറയുന്നത്? ലോക ഫ്രോഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന, ലോകത്തിന് മുമ്പിൽ എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയുന്ന ഈ രാജ്യമാണ് മറ്റാളോട് പറയുന്നത് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഒരു നിയമപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിന് ഇറാൻ നിന്ന് കൊടുക്കില്ല. ആ രീതിക്ക് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. തീർത്തും കൃത്യതയോടുകൂടെ മനസ്സിലാക്കാൻ നമ്മുടെ ലഭ്യമാകുന്ന വാർത്തകൾ വെച്ചിട്ടെങ്കിലും നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇറാൻ എപ്പോഴും നശിച്ചു കാണട്ടെ എന്ന ഒരു സുന്ദരമായ നടക്കാത്ത സ്വപ്നം ഉണ്ടല്ലോ, അതെങ്ങനെ കണ്ടങ്ങനെ അഭിരമിച്ച് പോകാനേ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് പെഷസ്കിയാൻ അവിടുത്തെ റോഡിലൂടെ അദ്ദേഹം പോകുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ രാവിലെയുള്ള ആ പ്രഭാത സവാരി സൈക്കിളിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മളെന്താ ആ നാട്ടിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന രാജ്യമാണെങ്കിൽ ഇങ്ങനെ ഒരു സൈക്കിൾ സവാരി മസൂദ് പെഷസ്കിയാൻക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. പിന്നെയും എന്തിനാ ഇയാളിങ്ങനെ വലിയ വൈറലായിട്ട് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ സവാരിയായിട്ട് പോകുന്നത്? തൻ്റെ രാജ്യം ഭദ്രമാണ്. തൻ്റെ രാജ്യത്തേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കയറിയിട്ടുള്ള ആളുകൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ആളുകൾ പല പ്രവിശ്യകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരെയും കൂടിയും ഒതുക്കിക്കഴിഞ്ഞാൽ രാജ്യം നേരത്തെ ഉള്ളതിനേക്കാൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഇത് വളരെ വ്യക്തമാണെന്നുള്ളത് മനസ്സിലാക്കാനും അവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല എന്നൊക്കെ മനസ്സിലാക്കി തരാനൊക്കെ ആയിരിക്കും പ്രഭാത സവാരിക്കയുടെ ഈ ഒരു സൈക്കിൾ യാത്ര വൈറലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സഹിതം പുറത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് നമ്മൾ കാണണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് ഇവിടെ നടക്കാവുള്ളൂ എന്ന് കരുതുന്ന അല്പന്മാരായിട്ട് നമ്മൾ മാറിപ്പോകും. അങ്ങനെ മാറേണ്ടവരല്ല നമുക്കുണ്ട് ചെറിയൊരു മസ്തിഷ്കം, അത് വലിയതാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തം. ചിന്താശേഷി വർദ്ധിപ്പിക്കുക, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് നോക്കിക്കാണ്, എന്നിട്ട് അതിനൊന്ന് വിലയിരുത്തുക. നമ്മുടെ ചാനലിലൂടെ അതേ നടക്കുന്നുള്ളൂ. നമ്മൾ ഒരാൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത വായിക്കണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായിട്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ മാധ്യമങ്ങളൊക്കെ. എന്നിട്ടോ ഇതിനെയൊക്കെ ഇപ്പം ഭയങ്കര ടൈറ്റ് തമ്പനയിലൊക്കെ കൊടുത്തിട്ട് കാണുന്ന സംഭവമുണ്ട്. അതിന് വെറുപ്പാണ് സത്യത്തിൽ. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇപ്പോൾ ചില ചാനലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു ഇറിറ്റേഷൻ വരും. എന്താണ് ഇതൊക്കെ കാണുന്നത്? ഒന്നും നടക്കുന്നില്ല അവിടെ. എന്നിട്ട് നേരെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇറാൻ മിസൈൽ ആക്രമണം നടത്തി തുടങ്ങി. ഒന്നും നടന്നിട്ടില്ല. ഇതാണ് നമ്മളിപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഞ്ചകരായി പോകുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ വഞ്ചകരായി പോകുന്നത്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ കൃത്യമായിട്ട് പോർട്ടലുകൾ എഴുതി വിടുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇയാൾ രാവിലെ സവാരിക്ക് ഇറങ്ങുമ്പോൾ ഇയാളുടെ രാജ്യം കത്തിയിരിക്കുകയാണെങ്കിൽ എങ്ങനെ സാധിക്കും? അതിനൊക്കെ ചില പ്രൊപ്പഗണ്ടയുടെ പിന്നാലെ വർക്കൗട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങൾ അതിനങ്ങനെ തന്നെ വലിയ രൂപത്തിൽ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അതില്ലാതെയാക്കാനാണ് ഞാൻ ഈ വസ്തുതാപരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെച്ച് തന്നത്. ഇനി നിങ്ങൾക്ക് കൊള്ളാനോ തള്ളാനോ കഴിയും. ഇറാനിൽ പ്രശ്നങ്ങളില്ല എന്നല്ല കേട്ടോ. ഇറാനിൽ ചില പ്രവിശ്യകൾ പ്രശ്നങ്ങളുണ്ട്. IRGC കറക്റ്റായിട്ട് ഇടപെടുന്നുണ്ട്. അതിനൊന്നുമല്ലാതാക്കി ഇല്ലായ്മയിലേക്ക് എത്തിക്കുകയും അവിടെയും ആ ഭരണത്തിന് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പ്രശ്നം അമേരിക്കയാണ്. അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രവർത്തിക്കുന്ന ആളുകളും അതുപോലെ തന്നെ മൊസാദിൻ്റെ ആളുകളുമാണ്. അവർ പ്രശ്നങ്ങളുണ്ടാക്കി മുന്നോട്ട് പോകും. കാരണം അവരുടെ ഉദയം തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ അപ്പുറം അവർ ആലോചിക്കേണ്ടതില്ല. അവരത് ചെയ്താലേ അവരാവുള്ളൂ. അതുകൊണ്ട് വെറുതെ ഇറാനെ കുറ്റം പറയാം. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ഒന്ന് തുനിയുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.